പ്രിയമുള്ളവരെ, കെ വിയെ ആഴത്തിൽ പഠിക്കുകയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെയും ആ പ്രസ്ഥാനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം എങ്ങനെ വളരെയധികം ആഴത്തിൽ പഠിക്കുകയും പരിശോധിക്കുകയും നിരാകരിക്കുകയും വീണ്ടെടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെ ഇവിടെ ഇരിക്കുന്ന പലർക്കും ഉള്ളതുപോലെയുള്ളൊരു അറിവൊന്നും എനിക്കില്ല. ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 730 പേജുകളിലായിട്ട് തൻ്റെ ബൗദ്ധികവും പ്രായോഗികവുമായി കൂടിപ്പിണഞ്ഞു കിടക്കുന്ന കാലത്തെ കെ വി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 62 അധ്യായങ്ങളാണ് ആ പുസ്തകത്തിനുള്ളത്. അതിൽ ഓരോ അധ്യായവും അതിവിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ്. അതാണ് അത്രയും ഗഹനമായ സാരവത്തായ ഒരു അന്വേഷണം കേരളീയ സമൂഹത്തെ, ലോകത്തെ തന്നെയും, ഇന്ത്യൻ ജീവിതത്തെ, ലോകത്തെ തന്നെയും അത്രയും സമഗ്രമായും ആഴത്തിലും കൃത്യമായും പൊളിറ്റിക്കലായി അന്വേഷിച്ച ഒരു അന്വേഷി, ഒരു കെ വിയുടെയൊക്കെ ഐക്യുവിൻ്റെ നിലവാരം എന്താണെന്നുള്ളത് അത്ഭുതത്തോടുകൂടി പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള ആ ഒരു 62 അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ക്രമാനുഗതമായിട്ട് കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, ലോകത്തിൻ്റെ ചരിത്രം, ലോകത്തിലുണ്ടായിട്ടുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, സ്ത്രീ വിമോചനത്തിൻ്റെ, ദളിത് വിമോചനത്തിൻ്റെ, ജാതിയുടെ പ്രശ്നം, അങ്ങനെ തുടങ്ങി നിരവധി പ്രശ്നങ്ങളെ വിദഗ്ധമായി അനലൈസ് ചെയ്യുകയും അതിനെ നേരായ ഒരു പോയിന്റിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു കെ വി എന്നുള്ളത് വളരെ വലിയ അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷൻ. ഒരുപക്ഷെ ഇപ്പോൾ ഇത്രയും ഇതിലൊരു 10 ഇരട്ടി ആൾ വന്ന് കേൾക്കേണ്ട ഒരു യോഗമായിരുന്നു ഇത്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരവും നമുക്ക് അറിയാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സന്ദർഭത്തിൽ വിപ്ലവകരമായ ഒരു ആശയം പിന്തിരിപ്പനോ യാഥാസ്ഥിതികമോ ആയിത്തീരാൻ അധിക കാലമൊന്നും വേണ്ടി വരില്ല. പക്ഷേ ഈ മാറ്റം ഭൂരിപക്ഷം പേരും തിരിച്ചറിയുന്നില്ല. അവർക്ക് യാഥാസ്ഥിതികമായതിനെ വിപ്ലവകരമെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് നിലനിൽക്കേണ്ടി വരുന്നു. ഇതിനെ ഭേദിക്കാൻ ഒഴുക്കിനെതിരെ നീങ്ങണം. ഒഴുക്കിനെതിരെ നീങ്ങുമ്പോൾ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒറ്റപ്പെടലാണ് ഫലം. എനിക്ക് സംഭവിച്ചത് അതാണ് എന്ന് അദ്ദേഹം ഒരു അന്വേഷണത്തിൻ്റെ കഥയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാറ്റം എന്നത് അനിവാര്യമായ ഒന്നാണ്. യാതൊന്നിനും ശാശ്വതമായ ഒരു മൂല്യമോ ശാശ്വതമായ സ്ഥായിയായ ഒരു നിലനിൽപ്പോ ഇല്ല എന്ന് നമുക്കറിയാം. മാറ്റത്തെ അംഗീകരിക്കുക എന്നുള്ളത് വലിയ വിഷമമുള്ള കാര്യമാണ്, പ്രത്യേകിച്ചും അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. അധികാരത്തിൻ്റെ രുചി നുണഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇടിവ് തട്ടുന്ന തരത്തിലുള്ള യാതൊരു മാറ്റങ്ങളും സംഭവിക്കാതെ കണ്ട് അതിനെ കാത്തു പരിപാലിക്കുക എന്നുള്ളതാണ് എല്ലാ കാലത്തും മനുഷ്യരെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ വിശ്വസിച്ച് പോന്നിരുന്ന പ്രത്യയശാസ്ത്രത്തിനകത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് മാറി ചിന്തിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതിന് നോക്കി കാണേണ്ടതാണ്. ഇതിനെങ്ങനെ വികാസം വരുത്താം, അല്ലെങ്കിൽ ഇതിനെങ്ങനെ പരിഹരിക്കാം, ഈ ഒരു ചിന്ത ആരെങ്കിലും മുന്നോട്ട് വെച്ചാൽ അവരെ ഒറ്റപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെ എന്നുള്ളത് കെ വേണു എന്ന് പറയുന്ന ഒറ്റയൊരാളുടെ ജീവിതം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പൊളിറ്റിക്കൽ രംഗത്ത്. അത് നേരത്തെ ഗോപി പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ EMS മറുപടി പറഞ്ഞിട്ടുള്ളത് കെ വിക്കാണ്. അല്ല, ഓരോ സന്ദർഭത്തിലും ആ മറുപടി ആകട്ടെ താൻ ഉൾപ്പെട്ടിട്ടുള്ള പാർട്ടിയുടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെയും അതിൻ്റെ പ്രത്യയശാസ്ത്രത്തെയും അതിൻ്റെ പ്രയോഗ പദ്ധതിയെയും അതിൻ്റെ ജനവിരുദ്ധമായ കാര്യങ്ങളെ അടക്കം സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി ആയിരുന്നു ഈ നേരുകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് EMS നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും എന്ന് തൻ്റെ ഈ പുസ്തകത്തിൽ കെ വി എടുത്തു പറയുന്നുണ്ട്. EMS അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കെ വിയുമായിട്ട് താത്വികമായി സൈദ്ധാന്തികമായിട്ട് നിരന്തര ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു പി ഗോവിന്ദപിള്ള എന്നുള്ളത് മറുവശത്ത് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകത്തിൻ്റെ ഈ 62 അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 80കൾ എന്ന് പറയുന്ന കാലം വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ മുഴുവൻ സൈദ്ധാന്തിക കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ എനിക്ക് സംസാരിക്കാനുള്ള ത്രാണിയില്ല, അറിവും ഇല്ല. പക്ഷേ ഞാൻ കൂടി ഉൾപ്പെട്ട ഒരു 1-2 കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ കെ വി
ഒരു അന്വേഷണത്തിലെ കഥയിലെ പല ഭാഗത്തും സൂചിപ്പിച്ചിട്ടുള്ളതാണ് മാനുഷി എന്ന് പറയുന്ന സംഘടന രൂപപ്പെടാൻ ഇടയായ സാഹചര്യങ്ങൾ. കേരളത്തിൽ ഉടനീളം സ്ത്രീധന കൊലപാതകങ്ങൾ, സ്ത്രീധന മരണങ്ങൾ ഇതൊക്കെ അടിക്കടി സംഭവിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടത്തിൽ ഞാൻ പട്ടാമ്പി കോളേജിലെ 78 മാർച്ച് 1 ഞാൻ പട്ടാമ്പി കോളേജിലെ ഒരു ജൂനിയർ ലെക്ചറായിട്ട് ജോയിൻ ചെയ്യുന്നത്. 85 വരെ 78 to 88 10 കൊല്ലം ഞാൻ ആദ്യത്തെ ടേം പട്ടാമ്പി കോളേജിൽ ജോലി ചെയ്തു. ഇതിനിടയ്ക്കാണ് മാനുഷി എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. 85, 86 കാലഘട്ടങ്ങളിലെ പട്ടാമ്പി കോളേജിലെ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അന്ന് കേരളത്തിലുടനീളം 70കളുടെ ഇമ്പാക്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ യുവാക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ മാറ്റത്തിന് വലിയ ചാലകശക്തിയായിട്ട് പ്രവർത്തിച്ചത് യുവാക്കളായിരുന്നു. പട്ടാമ്പി ആകട്ടെ ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു പ്രദേശവും ആണ്. അതിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ട് വളർന്ന് വികസിച്ചു വന്ന ഒരു സൗന്ദര്യപരമായിട്ടും അതുപോലെ തന്നെ ഒക്കെ ഉള്ള ചിന്തകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സ്ഥലവും ആണ്. ഇപ്പോൾ KGS പോലെ ആറ്റൂരിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവിടെ പഠിപ്പിച്ചിരുന്നു. അന്ന് അവിടെ നിന്ന് ഒരുപാട് ഈ ലഘു പ്രസിദ്ധീകരണങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ലിറ്റിൽ മാഗസിൻസ് എന്നൊക്കെ പറയുന്നത്. ഈ ലിറ്റിൽ മാഗസിനുകളൊക്കെ വിപ്ലവകരമായ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സാമ്പ്രദായികമായ അല്ലെങ്കിൽ മുഖ്യധാര ആനുകാലികങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് ആ കാലത്ത് ഉണ്ടായിട്ടുള്ള ഈ ലിറ്റിൽ മാഗസിൻസ്. പട്ടാമ്പിയിൽ നിന്ന് അത്തരത്തിലുള്ള ലിറ്റിൽ മാഗസിൻസ് ഉണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന കാലഘട്ടത്തിൽ ക്യാമ്പസ് തിയേറ്റർ എന്ന് പറയുന്ന നാടക പ്രവർത്തനം അവിടെ വളരെ ശക്തമായിരുന്നു. കുട്ടികളും അതുപോലെ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അടങ്ങുന്ന ക്യാമ്പസ് തിയേറ്റർ പ്രവർത്തനം, അതുപോലെ നവസിനിമ, അതുപോലെ കവിത ചൊല്ലിക്കൊണ്ട് ക്യാമ്പസിലുടനീളം നടക്കുക, അതല്ലെങ്കിൽ കവിത വ്യാഖ്യാനിക്കുക, കവിതയെക്കുറിച്ച് സംസാരിക്കുക, കവിത എങ്ങനെയാണ് ജീവിതത്തെയും രാഷ്ട്രീയത്തെയും ബാധിക്കുന്നത് എന്ന് സംവാദങ്ങൾ നടത്തുക, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുണ്ടായ ഒരു ക്യാമ്പസായിരുന്നു അത്. ആ ക്യാമ്പസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെയധികം അറിയാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീധന മരണങ്ങൾ പുറത്ത് വലിയ ഒരു വിപത്ത് സൃഷ്ടിക്കുന്നത് പോലെ, ഉദാഹരണത്തിന് പാലക്കാട് കുന്നുംപുറം എന്ന് പറയുന്ന ഒരൊറ്റ തെരുവിലെ 3 മാസത്തിൻ്റെ ഉള്ളിൽ 3 പെൺകുട്ടികൾ, അതും 20 വയസ്സിന് താഴെയുള്ള 3 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ ആത്മഹത്യകളൊന്നും ആത്മഹത്യകളല്ല എന്ന് പറയുന്ന പരിസരവാസികൾ അവർ പറയുന്നത് ആ കുട്ടി മരിച്ചതല്ല, അതിനെ കൊന്നതാണ് എന്ന് പറയുന്ന അനുഭവം. ഇത് ആവർത്തിച്ചു വരുന്ന സാഹചര്യത്തിൽ എൻ്റെ വിദ്യാർത്ഥികളിൽ ചിലരെ, അല്ലാത്തവരും ഞാൻ പഠിപ്പിക്കാത്ത കുട്ടികളും കുറച്ച് പേര് വന്നിട്ട് ടീച്ചർ എന്തെങ്കിലും ചെയ്യണ്ടേ നമുക്കിതിനെ എന്ന് ചോദിക്കുകയാണ്. ഞാനപ്പോൾ വളരെ സ്വാഭാവികമായിട്ട് പറഞ്ഞു, നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അത്, കുറേയധികം എല്ലാവരും കൂടി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ കോളേജ് മുഴുവൻ അറിയിക്കൂ, എന്നിട്ട് നമുക്കിതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിക്കാം എന്ന് പറഞ്ഞെങ്കിലും അതിനെപ്പറ്റി എന്ത് സംസാരിക്കണമെന്നോ അതിൻ്റെ പിന്നിൽ ഉള്ള ഒരു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറേ അധികം കുട്ടികളും കുറച്ച് ടീച്ചേഴ്സും ആ പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം, ഇതായിരുന്നു എൻ്റെ ഉള്ളിൽ വന്ന ആശയത്തിൻ്റെ ആദ്യത്തെ ഒരു അല എന്ന് പറയുന്നത്. ഈ വർദ്ധിച്ചു വരുന്ന അനീതിക്കെതിരെ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഈ അക്രമങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഈ എന്തെങ്കിലും ഒന്ന് എന്താണ് എന്നുള്ളതിന് കുറേ അധികം സമയം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സിദ്ധാന്തവൽക്കരണവും അതിൻ്റെ പ്രയോഗവൽക്കരണവും നടത്തുന്നതിൽ KV വഹിച്ച പങ്കിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും അന്ന് യുവജനവേദി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന കുറേ കുട്ടികൾ ആ ക്യാമ്പസിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ മീറ്റിങ്ങിലേക്ക് സംബന്ധിക്കാൻ വന്ന കുട്ടികളിൽ SFI കുട്ടികളുണ്ട്, KSU കുട്ടികളുണ്ട്. ഇതൊന്നും അല്ലാതെ പൊളിറ്റിക്കലി അങ്ങനെയൊന്നും മോട്ടിവേറ്റഡ് അല്ലാത്ത കുറേ കുഞ്ഞുങ്ങളുണ്ട്. അതിനോടൊപ്പം വളരെ ശക്തമായിട്ട് യുവജനവേദി പ്രവർത്തകരും ഉണ്ട്. ഈ യുവജനവേദി പ്രവർത്തകരുടെ മുൻകൈയിലാണ് ഒരു പക്ഷേ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചോദിച്ചത്. അതിൽ MG ശശി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്.
MG ശശി അന്ന് അവിടെ BCom പഠിക്കുകയാണ്. BCom അവസാന വർഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. BCom പഠിക്കുന്ന ശശിയെ ഞാൻ ശശിയെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ശശിയെ ഞാൻ പരിചയപ്പെടുന്നത് പുസ്തകങ്ങളിൽ കൂടെയാണ്. ഇയാൾ പുസ്തകം വിൽക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വരും. ഇയാൾ ഇക്കണോമിക്സാണ്. മലയാള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വലിയ പുസ്തകക്കെട്ടുകളുമായിട്ട് വരും. റെഡ് ബുക്സിൻ്റെ ഒപ്പം തന്നെ ആനന്ദിൻ്റെ നോവലുകൾ പോലെയുള്ള കൃതികളുമായിട്ടാണ് അയാൾ വരിക. അപ്പോൾ ഈ വ്യത്യസ്തമായ പുസ്തകങ്ങളുമായിട്ട് വരുന്നൊരു കുട്ടി എന്ന രീതിയിൽ ഇയാളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാളെ ഇന്ന് പുസ്തകം വാങ്ങുകയും അതിൻ്റെ ഒപ്പം തന്നെ ഇയാളെപ്പറ്റി അറിയുകയും ചെയ്തപ്പോഴാണ് ഇയാൾ നക്സലൈറ്റ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവജനവേദി പ്രവർത്തകനാണ് എന്ന് അറിയാൻ കഴിഞ്ഞത്. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ പേടിയായിരുന്നു എല്ലാവർക്കും. ഈ നക്സലൈറ്റ് പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ കുഴപ്പമാവും എന്ന പേടി കോളേജിലുടനീളം, പ്രത്യേകിച്ച് വളരെ യാഥാസ്ഥിതികമായിട്ട് ചിന്തിക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പേടിയുള്ള ഒരു കാലഘട്ടമാണ് അത്. എന്താണ് നക്സലൈറ്റ് എന്നൊന്നും അറിയില്ല, എന്നാലും അത് പേടിയാണ് അതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അത്ഭുതത്തോടു കൂടിയാണ് ശശിയെ നോക്കിക്കണ്ടത്. ശശിയാകട്ടെ പിന്നെ വളരെ മാതൃകാ അധ്യാപകൻ എന്ന് വിളിക്കാവുന്ന MG വാര്യരുടെയും ഹിന്ദി ടീച്ചറായിട്ടുള്ള സരസ്വതി ടീച്ചറുടെയും ഒരു മകനും ഒരു മകളുമാണ്. ഈ രണ്ട് കുട്ടികൾക്കും ഒന്നിനും കുറവില്ല. എല്ലാ തരത്തിലും സാമ്പത്തികമായിട്ട് ഭദ്രമാണ്, സാംസ്കാരികമായിട്ട് ഭദ്രമാണ്, ഉയർന്ന ജാതിയാണ്. ഒരു തരത്തിലും ആ കുട്ടികൾക്ക് ജീവിതം ഒരു പ്രശ്നമേ അല്ല. പക്ഷേ ആ രണ്ട് കുട്ടികളും യുവജനവേദി പ്രവർത്തകരാണ് എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ ഇടയിലെ ഒരു സംസാര വിഷയമായിരുന്നു. ശശിയുടെ മുൻകൈയിലായിരിക്കണം ഈ പെൺകുട്ടികൾ കടന്നു വന്നതും യുവജനവേദി പ്രവർത്തകരുടെ മുൻകൈയിലായിരിക്കണം ഒരു പക്ഷേ ഈ ആദ്യത്തെ സംസാരം നടന്നതും. ഞാനതിനെ കുട്ടികൾ എന്നേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അടുത്ത രണ്ടാമത്തെ മീറ്റിങ്ങിൽ കാരണമായ കുറേ കാര്യങ്ങളുണ്ടായി. അതിനു മുമ്പ് അവിടെ ഒരു കുട്ടിയുടെ ആത്മഹത്യ നടന്നു. അതൊരു അധ്യാപകനുമായിട്ട് കുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നു. ഇത് പ്രശ്നം പരിഹരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് അന്നത്തെ SFI ഭാരവാഹികൾ ഒരു തീരുമാനം എടുത്തു. ഞാനന്ന് നാടക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോളേജിൽ നിന്ന് ചോരക്കുഞ്ഞിനെ കൊന്ന മേരി ഫെറാർ എന്ന ബ്രെത്തിൻ്റെ നാടകം മത്സരത്തിന് കൊണ്ടുപോകാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ അറിഞ്ഞു ഇത് വലിയൊരു പ്രശ്നം ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. ഈ അധ്യാപകനെയും കുട്ടിയെയും അസംബ്ലിയിൽ വെച്ചിട്ട് കോളേജിലെ വിളിച്ചു വരുത്തിയിട്ട് പൊതുജന മധ്യത്തിൽ വെച്ചിട്ട് മാപ്പ് പറയിപ്പിക്കും, ഈ കുട്ടിയോട് മാപ്പ് പറയിപ്പിക്കും എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് വിദ്യാർത്ഥി യൂണിയൻ എന്ന്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് SFIയിലെ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നിയ കാര്യം ഇതാണ്, അതിൻ്റെ പിന്നിലൊരു പെൺകുട്ടിയുടെ ജീവിതം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ അധ്യാപകനെ കൊണ്ട് പരസ്യമായിട്ട് മാപ്പ് പറയിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലേ? നിങ്ങൾ ഇന്നത്തെ കാലമല്ല എന്നാലോചിക്കണം. പെൺകുട്ടികൾ പുറത്തു വരികയോ അവരുടെ ദൃശ്യതയോ ഒക്കെ തന്നെ ഇല്ലാതിരുന്നു, അത് 0 ലെവലായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രേമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റകൃത്യമായിട്ട് പരിഗണിക്കുന്ന സദാചാര പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലഘട്ടമാണ് അത്. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുകയും ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. ഞങ്ങൾ പോയി. മേരി ഫെറാറിനെ ഒന്നാമത്തെ സമ്മാനമൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന അന്ന് രാവിലെ പട്ടാമ്പിയിലെത്തിയപ്പോഴാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന വിവരം അറിഞ്ഞത്. ഈ ആത്മഹത്യയുടെ കാരണം എന്താണ്, ആരാണ് എന്ന ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ടായി. ഈ അധ്യാപകനാണോ ഈ കുട്ടിയെ പ്രേമിച്ചു, അവരെ കെമിസ്ട്രി ലാബിൽ നിന്നോ മറ്റോ ഒരു പ്രണയഭരിതരായ രീതിയിലോ എന്ത് രീതിയിലായാലും അവരെ കണ്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ഇടപെട്ടു, അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അത് ഇങ്ങനെയൊക്കെ വളർന്നു വലുതായി കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് മാപ്പ് പറയാൻ അധ്യാപകനോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താൻ ആകെ എക്സ്പോസ്ഡ് ആവുന്ന ഒരവസ്ഥ ആ കുട്ടിക്ക് താങ്ങാൻ പറ്റിയില്ല. അവളാകട്ടെ വളരെ പ്രായമായിട്ട് അച്ഛനമ്മമാർക്ക് ജനിച്ച ഒരേ ഒരു മോളാണ് താനും. അത് വലിയൊരു കോളിളക്കം ഉണ്ടാക്കി അവിടെ നിന്ന് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ നിന്ന് മാധവൻകുട്ടിയൊക്കെ അവിടെ ഇത് അന്വേഷിക്കാൻ വരുന്നു, അജിത വരുന്നു, അങ്ങനൊരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് വലിയൊരു മുറിവായി, ഈ കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ തന്നെ. അതിൻ്റെ പിന്നാലെ വേറൊരു അധ്യാപകൻ ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറിയ ഒരു സന്ദർഭം ഉണ്ടായത് ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ്. ഉടനെ ഞങ്ങൾ തീരുമാനമെടുത്തു, ഈ അധ്യാപകനെ എക്സ്പോസ് ചെയ്യണം. അതല്ലാതെ ഇതൊന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. അധ്യാപകനെതിരെ കലാലയത്തിൽ നടക്കുന്ന, സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇമാതിരിയുള്ള സംഗതികൾക്കെതിരെ നമ്മൾ ശബ്ദമുയർത്തണം. അത് സ്ത്രീകളുടെ മുൻകൈയിൽ തന്നെ ആയിരിക്കുകയും വേണം എന്നുള്ള ആരും വേണ്ട. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു നിലപാട് യുവജനവേദിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ശശി പറയാറുണ്ട്.
ആരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ലാതെ കണ്ട് പെൺകുട്ടികളുടെ മുൻകൈയിൽ നടക്കട്ടെ എന്ന്. അതുവരെ പെൺകുട്ടികളുടെ മുൻകൈയിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. വിദ്യാർത്ഥി യൂണിയൻ്റെയൊക്കെ പിന്നാലെ വരുന്ന കുട്ടികളെന്ന് പറയുന്നത് വെറും എണ്ണം ആണ്. ഈ എണ്ണം തികയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം മാത്രമാണ് പെൺകുട്ടികൾക്കുള്ളത്. അവരുടെ മുദ്രാവാക്യം വിളി പോലും നമ്മൾ കേൾക്കില്ല. അവരൊരു സാന്നിധ്യം മാത്രം ആണ്. അത്രയും വ്യക്തിത്വമില്ലാത്ത ഒരു വിഭാഗമായിട്ട് ആൺകുട്ടികളുടെ പിന്നിലെ ഒരു വാലായിട്ട് പെൺകുട്ടികൾ നിൽക്കുന്നതല്ലാതെ ക്യാമ്പസ് കണ്ടിട്ടില്ല. അതിനപ്പുറം എന്തിന്, ഞാൻ സ്വയം വിമർശനപരമായിട്ട് പറയാം, ഞാനടക്കം ഉള്ള ടീച്ചേഴ്സ് ഒരു അധ്യാപക മീറ്റിംഗ് കൂടുമ്പോൾ, കോളേജിൽ മീറ്റിംഗ് കൂടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് അഭിപ്രായം പറയാൻ കെൽപ്പുള്ളവരായിരുന്നില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറഞ്ഞത് പബ്ലിക്കിൻ്റെ മുമ്പിൽ സംസാരിച്ചതോ പ്രസംഗിച്ചതോ മാനുഷിക്ക് വേണ്ടിയാണ്. ഞാനൊരിക്കലും എഴുന്നേറ്റുന്നു. കാരണം അത് നമ്മൾ എന്തോ മോശമാണ് എന്ന ഞാൻ അന്നത്തെ കാലത്തെ മാനസികാവസ്ഥ പറയാൻ വേണ്ടിയാണ് ഇത്രയും പറയുന്നത്. എൻ്റെ അടക്കമുള്ള മാനസികാവസ്ഥ സ്ത്രീകൾ അങ്ങനെ പബ്ലിക്കലി വന്നുകൂടാ, പൊതുജനത്തിൻ്റെ മുമ്പിൽ വർത്തമാനം പറഞ്ഞുകൂടാ, പുരുഷന്മാരോട് ഏറ്റുമുട്ടിക്കൂടാ, അങ്ങനെയൊക്കെയുള്ള കുറേ അധികം മിഥ്യാധാരണകൾ പുലർത്തിക്കൊണ്ടിരുന്നൊരു കാലഘട്ടം ആയിരുന്നു. ആ സമയത്താണ് ഈ ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നത്. അന്ന് 60ഓളം കുട്ടികൾ സ്വയം ഒരുങ്ങി വന്ന് പോസ്റ്ററുകളൊക്കെ എഴുതി. പോസ്റ്ററുകൾ എഴുതുക എന്നുള്ളതൊന്നും എനിക്ക് പരിചയമുള്ള കാര്യം ആയിരുന്നില്ല. അതൊക്കെ യുവജനവേദി കുട്ടികളുടെ മുൻകൈയിൽ പോസ്റ്ററുകളൊക്കെ എഴുതി പെൺകുട്ടികൾ മാത്രം ഒരു ജാഥയായിട്ട് കോളേജ് ക്യാമ്പസിനോട് നടക്കുകയും കോളേജിൻ്റെ ചുമരിൽ അവരെ പശ തേച്ച് പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്നത് വലിയ ഒരു കോളിളക്കമാണ് പട്ടാമ്പി കോളേജിൽ ഉണ്ടാക്കിയത്. എല്ലാം എൻ്റെ MA പഠിക്കുന്ന സ്റ്റുഡൻസ്, അസീസ്, അതുപോലെ അജയൻ തുടങ്ങിയിട്ടുള്ള കുട്ടികളൊക്കെ ഓടി വന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഇത് ഭയങ്കര വിപ്ലവകരമായൊരു കാര്യമാണ്, നമ്മുടെ പെൺകുട്ടികൾ നോക്ക്, അവരാരുടെ സഹായം ഇല്ലാതെ അത് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ തുടക്കത്തെ പറ്റിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയവൽക്കരിക്കുകയും അതിനൊരു സൈദ്ധാന്തികമായ പദ്ധതി അല്ലെങ്കിൽ ഒരു സിദ്ധാന്തത്തിൻ്റെ രൂപം കൊടുക്കുകയും അതിൻ്റെ ഒരു പ്രയോഗ പദ്ധതി എങ്ങനെ ആയിരിക്കണം എന്ന് രൂപപ്പെടുത്തപ്പെടുകയും ചെയ്തത് ഒരുപക്ഷെ KV വരികയും സംസാരിക്കുകയും ചെയ്തപ്പോഴാണ്. KV പറഞ്ഞ 1-2 കാര്യങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നുള്ളതറിയാം. പക്ഷേ KV ചൂണ്ടിക്കാട്ടിയതുപോലെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കാണുന്നത് അതൊരു പ്രശ്നമേ അല്ല എന്ന മട്ടിലാണ്. തന്നെയുമല്ല, യാന്ത്രികമായിട്ട് ഉള്ള ഒരു സമീപനമാണ് അവർക്ക് അതിനോട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോലും അങ്ങനെ ആണ്. അതായത് വർഗപ്രശ്നം പരിഹരിക്കപ്പെടുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളെ സ്ത്രീകൾക്ക് ഉള്ളൂ. അതുകൊണ്ട് ഇതൊരു മുഖ്യധാരാ പ്രശ്നം ആയിട്ട് എടുക്കേണ്ടതില്ല. പാർട്ടി പിളർന്ന് KN രാമചന്ദ്രൻ്റെ ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്താണ് തോന്നുന്നത് ഞങ്ങൾ ഒരു മീറ്റിംഗ് ഞങ്ങളുടെ പ്രൊഫസർ ഇന്ദിരയുടെ വീട്ടിൽ കൂടിയത്. KV ആ മീറ്റിങ്ങിൽ വരികയും സംസാരിക്കുകയും ചെയ്തു. KV വരുന്നതിന് മുമ്പ് മോഹൻദാസുമൊക്കെ ആയിട്ട് ഞങ്ങൾ വലിയ വാക്കുതർക്കത്തിലേർപ്പെട്ടു. മോഹൻദാസ് പറഞ്ഞു, ഇതൊരു മുഖ്യധാര പ്രശ്നം അല്ല, ഇത് പെരിഫെറിയിലെ ഇഷ്യൂ ആണ്. സ്ത്രീകളുടെ പ്രശ്നം എന്ന് പറയുന്നത് പെരിഫെറിയിലെ ഇഷ്യൂ ആണ്. അപ്പം ഞങ്ങൾ തർക്കിച്ചു. 50% വരുന്ന സ്ത്രീകൾ പെരിഫെറിയിലാണ് എങ്കിൽ എന്തധികാരത്തിലാണ് 50% വരുന്ന പുരുഷന്മാർ മുഖ്യധാരയിലായിരിക്കുന്നത് എന്ന് ഞങ്ങൾ തർക്കിക്കാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ തർക്കിക്കുമെങ്കിലും അതെന്തുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സ്ത്രീകൾക്ക് പ്രശ്നമില്ല, വർഗപരമായി പരിഹരിച്ചാൽ ശരിയാവും എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചു, എൻ്റെ ശമ്പളം വക്കും തെറ്റും പൊട്ടാതെ കണക്ക് സഹിതം എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കണം. അദ്ദേഹം തീരുമാനിക്കും അതെങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത്. അദ്ദേഹം എടുത്തു തരും. അതിൽ നിന്ന് എന്താ എനിക്ക് വേണ്ടത് വെച്ചാൽ വണ്ടിക്കൂലിയോ ചോറിൻ്റെ കാശോ എങ്ങനെയാണെന്ന് വെച്ചാൽ. എൻ്റെ പേഴ്സണൽ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. ഗസറ്റഡ് റാങ്കിൽ ജോലി ചെയ്യുന്ന അന്നത്തെ കോളേജ് അധ്യാപികമാരിൽ അതേ കോളേജിൽ ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ടെങ്കിൽ, അവരുടെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഒരിക്കൽ പോലും സ്വന്തം ബില്ലെഴുതിയിട്ട് ആ സ്ത്രീ ശമ്പളം ട്രഷറിയിൽ പോയി നേരിട്ട് വാങ്ങില്ല, അദ്ദേഹം വാങ്ങും. എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ക്ലാസ്സിൽപ്പെട്ട സ്ത്രീകളും പണം തങ്ങളുടെ കയ്യിൽ തങ്ങൾ അധ്വാനിച്ച് പണം ഉണ്ടാക്കിയാലും അതിൻ്റെ വിനിമയാവകാശമില്ലാത്തവരാണ്. അത് ഞങ്ങൾക്കറിയാം.
ഇതിനെങ്ങനെ സിദ്ധാന്തവൽക്കരിക്കണമെന്നേ അറിയാത്തതുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ബ്ലൗസ് വാങ്ങാനോ ഒരു സിനിമയ്ക്ക് പോകാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനോ, അതിന് നിരവധി ഉദാഹരണങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചർച്ചയായിരുന്നത്. ഓരോരുത്തരും പറയും, കുട്ടിക്ക് പിന്നെ എക്സ്കർഷന് പോകാൻ ക്യാമറ വേണം, പക്ഷേ ഭർത്താവിനോട് ചോദിച്ചിട്ട് തന്നില്ല, ഞാൻ കലഹിച്ചു, പക്ഷേ കാര്യം ഉണ്ടായില്ല, കുട്ടി ക്യാമറയില്ലാണ്ട് പോയി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള അനുഭവാഖ്യാനങ്ങൾ. ഈ അനുഭവാഖ്യാനങ്ങളെ എങ്ങനെ ക്രോഡീകരിക്കണം, അല്ലെങ്കിൽ എന്താണ് പ്രശ്നം, വർഗപ്രശ്നം പരിഹരിച്ചാൽ തീരുമോ സ്ത്രീകളുടെ പ്രശ്നം എന്നുള്ളത്. അവിടെയാണ് KV മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പറയാൻ കഴിയാത്തതും അവർ പിന്നീട് അനേക കാലത്തിന് ശേഷം മാത്രം താത്വികമായിട്ടെങ്കിലും അംഗീകരിച്ച്, EMS അടക്കമുള്ള ഒരു താത്വികമായിട്ട് അംഗീകരിച്ചതുമായ സ്ത്രീകളുടെ പ്രശ്നം വർഗേതരമാണ് എന്ന ഒരു നിലപാട് ഞങ്ങളോട് സംസാരിച്ചത്. വർഗേതരം എന്ന് പറയണം, വർഗാതീതം എന്ന് പറയരുത് എന്ന് KV അന്ന് പറഞ്ഞത് ഞാൻ വളരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഭാഷ എങ്ങനെയൊക്കെയാണ് മറിമായ ഉണ്ടാക്കണേ എന്നുള്ളതൊന്നും അറിയാത്ത കുറച്ച് ടീച്ചേഴ്സ് ഇരുന്നിട്ട് വർഗാതീതം, വർഗേതരം, ഇതെന്താ വർഗാതീതം എന്ന് പറയാൻ പാടില്ലാത്ത വർഗേതരം എന്ന് പറയണം. അപ്പോൾ ക്ലാസ് പ്രശ്നത്തിനപ്പുറത്ത് സ്ത്രീകൾക്കുള്ള ഈ പ്രശ്നം വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള കൾച്ചറലായ, ജാതീയമായ, ലിംഗപരമായ പ്രശ്നങ്ങൾ, വർഗപ്രശ്നത്തോടൊപ്പം സ്ത്രീകൾ സവിശേഷമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ വാചകം കിട്ടിയതോടുകൂടി ഞങ്ങളുടെ അന്വേഷണം വിപുലമാവുകയാണ്. അത് ഞാൻ ആഹ്ലാദത്തോടു കൂടി ഓർക്കുകയാണ്. ഞങ്ങളുടെ അന്വേഷണം വിപുലമാവുകയാണ്. നമ്മുടേത് വർഗേതരമായ പ്രശ്നമാണ്. വർഗേതരമായി നമ്മൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ മേഖലകളിലേക്കും പഠനങ്ങൾ ആരംഭിക്കുന്നു. ഭാഷയിൽ തപ്പുന്നു, അല്ലെങ്കിൽ സംസ്കാരത്തിൽ തപ്പുന്നു, സാഹിത്യത്തിൽ തപ്പുന്നു, ഗണിതശാസ്ത്രത്തിൽ, സയൻസിൽ, പൊളിറ്റിക്സിൽ, എല്ലാത്തിലും അന്വേഷിക്കുകയാണ് എന്താണ് സ്ത്രീയുടെ പ്രശ്നം ഇവിടെയൊക്കെ എന്നുള്ളത്. ആ ഒരു അന്വേഷണം വികസിപ്പിക്കാൻ സഹായിച്ച ഒരു സംഗതി ഈ സ്ത്രീകൾക്ക് സവിശേഷമായ പ്രശ്നം ഉണ്ട് എന്ന അംഗീകരിക്കലായിരുന്നു. ഇത് മുഖ്യധാരാ പ്രശ്നമല്ല, ഇത് പെരിഫറിയിലെ ഇഷ്യൂ ആണ്, അതിപ്പോൾ പരിഹരിക്കേണ്ടതില്ല, അത് യാന്ത്രികമായി പരിഹരിക്കപ്പെട്ടുകൊള്ളും, വർഗപ്രശ്നമാണ് മുഖ്യം, വർഗപ്രശ്നത്തെ താറടിച്ചോ തമസ്കരിക്കോ കാണിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് വർഗേതരമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രത്തിൻ്റെ വികാസമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ മാറ്റം, ഒരു പ്രത്യയശാസ്ത്രം അത് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് മാറ്റമില്ലാതെ തുടർന്ന് ജീർണിച്ചു പോവുക, അതിന് പകരം അതിന് പൊടിപ്പുകളും ചെനപ്പുകളും കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യമാണ്. ആ കാലഘട്ടത്തിനനുസൃതമായിട്ട് സ്ത്രീകളുടെ പ്രശ്നം മുന്നിലേക്ക് വന്നപ്പോൾ ലോകമെമ്പാടും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ച് KV തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് എടുക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഫെമിനിസത്തെക്കുറിച്ച് ബേസിക്കായിട്ടുള്ളൊരു ധാരണ എനിക്കുണ്ട്, പക്ഷേ ഇതിൻ്റെ സൈദ്ധാന്തിക വശം എങ്ങനെ രൂപീകരിക്കണമെന്നോ ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യണമെന്നോ നിരവധി പഠനങ്ങളിലൂടെയാണ് അദ്ദേഹം ഏകദണ്ഡ് സൈമിൾട്ടേനിയസ് ആയിട്ട് പോകുന്ന പോലെയായിരുന്നു അത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വഴി കിട്ടലായിരുന്നു. എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് മാത്രമല്ല, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രശ്നത്തെ സ്ഥാപിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടായിരുന്നു. അങ്ങനെയാണ് സ്ത്രീകൾക്ക് സവിശേഷമായ പ്രശ്നമുണ്ടെന്നും അത് വർഗപരമായി മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നും എല്ലാ ക്ലാസ്സിലും പെട്ട സ്ത്രീകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നും ഞങ്ങളന്നൊക്കെ അതിൻ്റെ ഉദാഹരണം പറയാറുണ്ട്. സ്കോച്ച് കുടിച്ചിട്ട് ഭാര്യയെ തല്ലുന്നതും പട്ടച്ചാരായം കുടിച്ചിട്ട് ഭാര്യയെ തല്ലുന്നതും അതാണ് ഉദാഹരണം വെച്ചത്. സ്കോച്ച് കുടിച്ചവനും പട്ടച്ചാരായം കുടിച്ചവനും രണ്ടും സാമ്പത്തിക വർഗ്ഗങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. അടി കൊടുക്കുന്നതൊക്കെ ഒരേ വിധത്തിൽ തന്നെയാണ്, ഭാര്യയോടുള്ള പെരുമാറ്റമൊക്കെ ഒരേ വിധത്തിലാണ്. അപ്പോൾ അത് ക്ലാസ് എന്ന് പറയുന്നതിൽ ഒതുങ്ങുന്നതല്ല സ്ത്രീകളുടെ പ്രശ്നം. സ്ത്രീകളുടെ പ്രശ്നം സവിശേഷമാണ്. അതുകൊണ്ടാണ് അത് എല്ലാ ക്ലാസ്സിലും വരുന്നത്, എല്ലാ ജാതിയിലും വരുന്നത്. അപ്പോൾ ഈ വർഗേതരമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് തിരിച്ചറിയാൻ വേണ്ടി നടത്തിയിട്ടുള്ള കുറേയധികം പഠനങ്ങളും അന്വേഷണങ്ങളും ഉദാഹരണങ്ങളും ജീവിതാനുഭവങ്ങളും ഒക്കെയാണ് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ശേഖരിച്ചത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ വർഗേതരമായ ഈ ഒരു പ്രശ്നത്തെ എടുത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ തള്ളിക്കളയുക എന്നുള്ളത് വളരെ സ്വാഭാവികം. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ തല്ലുകൂടേണ്ടി വന്നത് SFIയിലെ കുട്ടികളോടും അതുപോലെ തന്നെ NGO യൂണിയൻ പ്രവർത്തകരോടുമാണ്. യൂണിവേഴ്സിറ്റികളിൽ വെച്ചൊക്കെ ഭയങ്കര അടികലശലുണ്ടാക്കിയിട്ട് മാത്രമേ, അന്നൊക്കെ എനിക്ക് സ്റ്റാമിന ഉണ്ട്, അന്നൊക്കെ എന്ത് അടികൂടാൻ എനിക്ക് വിരോധമില്ല, കുറേ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് പറയുന്നേ, അന്ന് പറയാൻ മാത്രമല്ല എനിക്ക് സ്ഥാപിക്കാനും സാധിച്ചിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം ഒരു സൈദ്ധാന്തിക ബലം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. സ്ത്രീകളുടെ പ്രശ്നം വർഗേതരമാണ്, സ്ത്രീകളുടെ പ്രശ്നം വർഗപ്രശ്നം കൊണ്ട് മാത്രം, വർഗപ്രശ്നം പരിഹരിച്ചാൽ
യാന്ത്രികമായിട്ട് പരിഹരിക്കപ്പെടുന്ന ഒന്നല്ല. പിന്നെ എവിടെയാണ് ഇത് ആഴത്തിൽ കിടക്കുന്നത്, അത് നിങ്ങൾ അന്വേഷിക്കാൻ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാലം ആ രീതിയിലുള്ള പിന്നെ സംവാദങ്ങൾ നടക്കുകയുണ്ടായി. KN ആദ്യമായിട്ട് താത്വികമായിട്ട് സ്ത്രീകൾക്ക് പിന്നെ സവിശേഷമായ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ ആൾ എന്നാണ് ഞാൻ ഓർക്കുന്നത്. EMSും കുറേ കാലത്തിന് ശേഷം അതിനെ താത്വികമായിട്ട് അംഗീകരിക്കുകയുണ്ടായിട്ടുണ്ട്. തങ്കമണി ഇഷ്യൂ നടന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഈ മാനുഷിയുടെ നേതൃത്വത്തിൽ തങ്കമണിയിലേക്ക് പോയി. തങ്കമണിയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, എങ്ങനെയാണ് അവിടെ പോവുക എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. അവിടെ ചെന്നിട്ട് ഞങ്ങൾ പോകുന്ന കുറച്ച് ടീച്ചേഴ്സ്, കുട്ടികൾ കുറച്ച് 2-3 പേരുണ്ട് തോന്നുന്നു. ഞങ്ങൾ ഇവിടുന്ന് ഇടുക്കിയിലേക്ക് വണ്ടി കയറുമ്പോൾ ഇടുക്കി എന്താണെന്നോ പ്രദേശം എന്താണെന്നോ ഒന്നും അറിയില്ല. ഞങ്ങൾ പോകുന്നു, അവിടെ ചെല്ലുന്നു. പാതിരാത്രിക്കാണ് ചെല്ലുന്നത്. വണ്ടി ഇറങ്ങിയപ്പോൾ കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പ്. ഒരു കോൺവെൻറ്റിലാണ് കിടക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്. കോൺവെൻറ്റിനകത്ത് ചെന്നു. സിസ്റ്റേഴ്സ് ഒരു ഹാളിൽ 5-6 പായയും ഓരോ കരിമ്പടം പുതയ്ക്കാൻ തന്നു. പക്ഷേ ഞങ്ങൾക്കതല്ല ആവശ്യം. പിറ്റേന്ന് നേരം വെളിച്ചായിട്ട് ആളുകൾ വരുന്നതിന് മുമ്പ് അവിടെയൊക്കെ പോസ്റ്റർ എഴുതി ഒട്ടിക്കണം. ഈ പോസ്റ്റർ എഴുതി ഒട്ടിക്കാനുള്ള സാമഗ്രികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷേ എഴുതാൻ ഇത് വേണം. അപ്പോൾ ഞങ്ങൾ നീലം വാങ്ങിയിട്ടുണ്ട്, ഞങ്ങളുടെ കയ്യിൽ പേപ്പറുണ്ട്. ഞങ്ങൾ കന്യാസ്ത്രീമാരോട് പറഞ്ഞു, ഒരു കുട്ടിക്ക് വയ്യ, ഇത്തിരി കഞ്ഞിവെള്ളം തരുമോ ചോദിച്ചു. കന്യാസ്ത്രീമാർ കഞ്ഞിവെള്ളം കൊണ്ടു തന്നു. ഈ കഞ്ഞിവെള്ളത്തിൽ നീലം കലക്കി തണുത്ത് വിറച്ചിരുന്ന് ഈ പോസ്റ്ററുകളൊക്കെ എഴുതി നേരം വെളുക്കുന്നതിന് മുമ്പ് അത് മുഴുവനും പിന്നെ തങ്കമണിയിലും പരിസരങ്ങളിലും ഒട്ടിക്കുകയും പിന്നെ മീറ്റിംഗ് നടത്തുകയും ജാഥ നടത്തുകയൊക്കെ ചെയ്തു. ഇത് ചെയ്യുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചിട്ട് വളരെ കൃത്യമായിട്ടുള്ള ധാരണയോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ തിരിച്ചു വന്ന് പട്ടാമ്പിയിലെ വലിയ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചു, തങ്കമണിയിലെ പ്രശ്നങ്ങൾ വിവരിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു ഒറ്റ ദിവസത്തെ ഉപവാസ സമരം പന്തലിട്ട് അവിടെ ഇരുന്നു. ആ ഉപവാസ സമരത്തിലേക്ക് ഒഴുകി വന്ന ആളുകൾ ഞങ്ങളോട് തന്ന ബലം അത് വളരെ വലുതായിരുന്നു. സ്ത്രീകളുടെ സവിശേഷമായ പ്രശ്നത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ സംഭാവനകളായിട്ടൊക്കെ ആളുകൾ ഒരുപാട് സംഗതികൾ ഞങ്ങൾക്ക് തരികയുണ്ടായി. ഈ ഒരു ബലം, ആളുകൾ തന്ന ആ ഒരു ബലമാണ് മാനുഷിയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ച ഒരു കാര്യം. തന്നെയുമല്ല, സ്ത്രീകളുടെ പ്രശ്നങ്ങളെ ആഴത്തിൽ പഠിക്കുമ്പോൾ എല്ലാത്തിലും ഒന്നും തൊടാണ്ട് പോകാൻ പറ്റില്ലാത്ത വിധത്തിൽ സ്ത്രീയുടെ സാന്നിധ്യം എവിടെ, ഇതിലെ സ്ത്രീക്കെതിരായിട്ട് ഭാഷ എങ്ങനെ സ്ത്രീക്കെതിരായിട്ട് നിൽക്കുന്നു, ഭാഷ എങ്ങനെ സ്ത്രീ വിരുദ്ധമായിട്ടും സ്ത്രീയുടെ അഭാവത്തിലും നിലനിൽക്കുന്നു, ഭാഷ എങ്ങനെയാണ് സ്ത്രീയെ അദൃശ്യമാക്കി കളഞ്ഞിട്ടുള്ളത്, നിലനിൽക്കുന്ന ഭാഷയും സാഹിത്യവും മൂല്യങ്ങളും എല്ലാം തന്നെ സ്ത്രീകളെ എങ്ങനെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഞാൻ ശരിക്കും പെരിയോറുടെ കൃതികൾ വായിക്കുന്നത്. പെരിയോറുടെ കൃതികൾ വായിക്കുമ്പോൾ നമ്മൾ ആവേശപൂർവ്വമാണത് വായിക്കുന്നത്. സംസ്കൃത സാഹിത്യത്തിൻ്റെയും സംസ്കൃത ഭാഷയുടെയും ബ്രാഹ്മണ അധികാരത്തിൻ്റെയും ബ്രാഹ്മണ പുരുഷാധികാരത്തിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ട് സ്ത്രീക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങളെ പെരിയോർ വളരെ കൃത്യമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. പെരിയോർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഭാഷയിൽ കന്യാദാനമെന്നോ അല്ലെങ്കിൽ വേശ്യാവൃത്തിന്നോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടോ തമിഴിൽ? ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്ത? നമ്മുടെ ഇടയിൽ ആ സമ്പ്രദായം ഇല്ല. ഈ സമ്പ്രദായം കടന്നു വന്നത് സംസ്കൃതം ഭാഷ സംസാരിക്കുന്ന ബ്രാഹ്മണരുടെ ഇടയിലാണ്. പിതൃമേധാവിത്വപരമായ ഒരു സമൂഹമാണ് അത്. നമ്മളും പിതൃമേധാവിത്വപരമായ സമൂഹം തന്നെയാണ്. അങ്ങനെയാണ് ഭാഷ പഠിക്കുന്നത്. പെരിയോരുടെ ചുവട് പിടിച്ചിട്ട് കേരള പാണിനിയം പഠിച്ച് ഞാൻ അതിനകത്തെ പുരുഷാധിപത്യം കണ്ടുപിടിക്കലായിരുന്നു കുറേ കാലത്തേക്ക് എൻ്റെ ഒരു അഭ്യാസം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഒരു സ്ത്രീ വിമോചന പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിലെ വളരെ കൃത്യമായ ദിശാബോധം നൽകാനായിട്ട് KVക്ക് സാധിച്ചതിൻ്റെ ഒരു കാര്യം ആണ്. മറ്റൊന്ന്, KV പാർട്ടിക്കുള്ളിൽ ഇതെങ്ങനെ ഇതിനോടുണ്ടായിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഒരു വിപ്ലവ പാർട്ടി ആയാൽ പോലും അതിനകത്തും നിലനിന്നിരുന്നത് സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ്. അതിനെ മറികടക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടും ഇല്ല. വർഗപ്രശ്നം ഇല്ലാതാക്കി കളയുന്ന വിധത്തിലാണ് വേറെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നാൽ എന്ന മട്ടിലായിരിക്കണം അവർ പലപ്പോഴും എനിക്ക് തോന്നുക ഇതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ സ്ത്രീകളുടെ പ്രശ്നം വർഗേതരമാണെന്ന് തിരിച്ചറിയുകയും പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു വികാസമാണ് അത് എന്നറിയുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഉണ്ടാകാമായിരുന്ന നേട്ടങ്ങളെ മുഴുവനും പാർട്ടിയുടെ നിലപാട് തകർത്ത് കളഞ്ഞു. പാർട്ടിയുടെ നിലപാടിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ലൈംഗികത
ഒരൊറ്റ സന്ദർഭം മാത്രം ഞാൻ പറയാം. സ്ത്രീകളുടെ ലൈംഗികതയിന്മേൽ പാർട്ടിക്കുണ്ടായിരുന്ന തീരുമാനം ഒരു യുവജനവേദി പ്രവർത്തകൻ്റെയും ഒരു മാനുഷി പ്രവർത്തകയുടെയും വിവാഹപൂർവ്വ ബന്ധം പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചാ വിഷയമാക്കി എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് പിന്നെ ഒരു 4 വയസ്സായ പേരക്കുട്ടിയുള്ള എൻ്റെ മകൾ ഗീതയുടെയും എൻ്റെ മരുമകൻ MG ശശിയുടെയും വിഷയം തന്നെയായിരുന്നു. അവർ പ്രണയത്തിലായിരുന്നു. വിവാഹപൂർവ്വ രതി കുറ്റകരമാണ് എന്ന ഒരു നിലപാട് പാർട്ടി എടുക്കുകയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ മാനുഷിക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം സ്ത്രീകളുടെ മേൽ പുരുഷാധിപത്യത്തിൻ്റെ ഒരു മാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്ന് പാട്രിയാർക്കൽ സൊസൈറ്റിയിലേക്കുള്ള മാറ്റത്തിൽ ആ മാറ്റം കൊണ്ടുവന്ന ഹിസ്റ്ററി പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അത് എംഗൽസൊക്കെ പറയുന്ന പോലെ ആധാരമായിട്ട് ഞങ്ങൾ പഠിച്ചത് ഒരിക്കലും ഒരു ലിബറൽ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിന്നാലെ അല്ല ഞങ്ങൾ പോയത്. മറിച്ച് വർഗസമരത്തോടൊപ്പം വർഗേതരമായ സ്ത്രീ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന അന്വേഷണവുമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ആധാരമായിട്ട് സ്വീകരിച്ച പുസ്തകം എംഗൽസിൻ്റെ കുടുംബ സ്വകാര്യ സ്വത്ത് തന്നെയായിരുന്നു. കുടുംബ സ്വകാര്യ സ്വത്ത് അനലൈസ് ചെയ്ത് പറയുന്നത് സ്ത്രീകളുടെ പ്രശ്നം ആരംഭിക്കുന്നത് സ്വകാര്യ സ്വത്തിൻ്റെ ഉത്ഭവത്തോടു കൂടിയാണ്. സ്വകാര്യ സ്വത്ത് കൈക്കലാക്കുന്നതിന് ഉള്ള കാരണങ്ങൾ, അതിൻ്റെ നിരവധി കാര്യങ്ങളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല ഇവിടെ. അതിന് ഒരു അമ്മയുടെ ആധിപത്യം സമൂഹത്തിൽ ഇല്ലാതാവുകയും അച്ഛൻ്റെ ആധിപത്യം വരികയും വേണം. അതിന് തൻ്റെ കുട്ടിയെ പ്രസവിക്കുന്ന സ്ത്രീ എന്നുള്ള നിലയിൽ സ്ത്രീയുടെ ലൈംഗികതയുടെ മേൽ എങ്ങനെ വിലക്കുകൾ കൊണ്ടുവന്നു എന്ന് എംഗൽസിൻ്റെ പഠനം പറയുന്നുണ്ട്. ഒരു സ്ത്രീയുടെ ലൈംഗികതയുടെ അവകാശങ്ങളെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് സദാചാര നിർമ്മിതി നടക്കുകയാണ്. ഈ സദാചാര നിർമ്മിതി പുരുഷന് ബാധകമല്ല താനും. അയാൾക്ക് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണാം, അയാൾക്ക് എങ്ങനെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും ആകാം, സ്ത്രീക്ക് അതായിക്കൂടാ എന്ന് പറയുന്നൊരു മൊറാലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഈ സദാചാര നിർമ്മിതിയുടെ ഇരയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പഠനത്തിൽ സ്ത്രീയുടെ ലൈംഗിക സ്വയം നിർണയ അവകാശം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. സ്ത്രീ അവളുടെ ശരീരത്തിൻ്റെ അധികാരിയാണ്, അവളുടെ ഗർഭപാത്രത്തിൻ്റെ അധികാരിയാണ്, അവളുടെ പ്രണയത്തിൻ്റെ അധികാരിയാണ്, അവളുടെ വിവാഹത്തിൻ്റെ അധികാരിയാണ്, അവളുടെ ലൈംഗിക ജീവിതത്തിൻ്റെ അധികാരിയാണ്. ഈ അധികാരി ആയിട്ടുള്ള സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈംഗിക സ്വയം നിർണയാവകാശം എന്ന് പറയുന്നത് അവൾക്കിഷ്ടമുള്ളപ്പോൾ അവൾക്കിഷ്ടമുള്ള ആളോടുകൂടി അവൾക്കിഷ്ടമുള്ള തരത്തിൽ ആവാം എന്നുള്ളത് മാനുഷിയിലെ വലിയ ഡിസ്കഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിപ്ലവ പാർട്ടി വിവാഹപൂർവ്വ ലൈംഗികതയെ ചോദ്യം ചെയ്യുകയും അത് തെറ്റാണ് എന്ന് പറയുകയും അതിൻ്റെ മേലെ നടപടിയെടുക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ള കാര്യമായിരുന്നു. KV പിന്നീട് എഴുതിയിട്ടുണ്ട്, പാരീസിലോ മറ്റോ പോയപ്പോൾ അവിടെ പരസ്യമായിട്ട് ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന ആലിംഗനബദ്ധരായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കളെ കണ്ടതിൻ്റെയും ഈ ഒരു സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും ലൈംഗിക സ്വയം നിർണയാവകാശമാണ് പൊളിറ്റിക്കലി കറക്റ്റായ ഒരു സംഗതി എന്നുള്ളത് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന വിപ്ലവ പാർട്ടികളിൽ അടക്കം നിലനിൽക്കുന്ന പ്രശ്നവുമായി ബന്ധപ്പെടുത്തി താൻ ചിന്തിച്ചതും KV പറയുന്നുണ്ട്. ആ രീതിയിൽ ചിന്തിക്കാനായിട്ട് വിപ്ലവ പാർട്ടിയിലുള്ള മറ്റ് പ്രവർത്തകർക്ക് സാധിക്കുകയും ചെയ്തില്ല. പാർട്ടിയുടെ കടും പിടുത്തത്തിൽപ്പെട്ട് അംഗീകരിക്കാതെയോ അല്ലെങ്കിൽ വളരാതെയോ പോയ ഒന്നാണ് സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. ഞാൻ പറയാം, മാനുഷി പിളരുന്നത് തന്നെയും ഒരു ആശയപരമായ വൈരുദ്ധ്യത്തിലാണ്. ആ ആശയപരമായ വൈരുദ്ധ്യവും ഇതുതന്നെയായിരുന്നു. ഒരുപക്ഷെ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ആയിരുന്നില്ല മാനുഷി രൂപീകരിക്കപ്പെട്ടത്. KVയുടെ കാഴ്ചപ്പാടിലും അതങ്ങനെ ആയിരുന്നില്ല. ദളിത് പ്രസ്ഥാനത്തെപ്പറ്റി പറയുമ്പോൾ, സലീം കുമാറിൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പറയുമ്പോഴും മാനുഷിയെപ്പറ്റി പറയുമ്പോഴും സാംസ്കാരിക ഇതിനെപ്പറ്റി പറയുമ്പോഴും ഒക്കെ തന്നെ KV പറയുന്നുണ്ട്, പാർട്ടിയുടെ ആ ഒരു വളരെ കടുംപിടുത്തമുള്ള നയങ്ങൾ കൊണ്ട് ഇതിനെയൊക്കെ പാർട്ടിയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ കേരളത്തിൻ്റെ ഒരു വളർച്ചയിലെ ആ പ്രസ്ഥാനങ്ങൾ വഹിക്കുമായിരുന്ന പങ്ക് നമുക്ക് നഷ്ടം തന്നെയാണ്, വലിയ നഷ്ടമാണ്. സ്ത്രീ വിമോചന പ്രസ്ഥാനത്തെക്കുറിച്ചിട്ട് എനിക്കറിയാം, വലിയ നഷ്ടം തന്നെയാണ്. ആ ഒരു പങ്ക് വഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. മാനുഷി പിളർന്നതിന് ശേഷം
സത്യത്തിൽ കുറച്ചു കാലം കൂടി പിന്നെയും മാനുഷി ഇങ്ങനെ കത്തിക്കൊണ്ട് നിന്നു. പക്ഷെ അതിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. കാരണം സ്ത്രീകളുടെ പ്രശ്നം വർഗേതരമാണ് എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഇടമുള്ള, സ്ത്രീ ആയാൽ മാത്രം മതി, വേറെ യാതൊരു യോഗ്യതയും വേണ്ട, എല്ലാ സ്ത്രീകൾക്കും ഇടമുള്ള ഒരു പ്രസ്ഥാനം, എങ്ങനെ വേണമെങ്കിലും വികസിക്കാവുന്ന ഒരു പ്രസ്ഥാനം, അത് സ്ത്രീയുടെ ഗർഭപാത്രം പോലെ തന്നെയാണ്. 10 മാസം കൊണ്ട് വികസിച്ച് ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന് മാത്രമേ സ്ത്രീകളുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഒരു ബ്രാഹ്മണ സ്ത്രീ ഒരു ദളിത് സ്ത്രീയെ പീഡിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നമ്മൾ ദളിത് സ്ത്രീയുടെ കൂടെ നിൽക്കും. കാരണം പീഡിപ്പിക്കപ്പെടുന്ന ആളുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഒരു വലിയ മുതലാളി സ്ത്രീ വന്നിട്ട് ഒരു ദരിദ്രയായ സ്ത്രീയെ പീഡിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നമ്മൾ ദരിദ്രയായ സ്ത്രീയുടെ കൂടെ നിൽക്കും. ആ നീതി മുതലാളി സ്ത്രീയെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ നീതി അവരിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവർ അങ്ങനെ മരക്കട്ടയൊന്നുമല്ലെങ്കിൽ അവരുടെ മനസ്സും തരളമാകാം. അപ്പോൾ ആ രീതിയിൽ ഒരു പക്ഷേ ഇതെങ്ങനെ പ്രായോഗികമാക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത് പരീക്ഷിക്കുക എന്നുള്ളതാണ് വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് പരീക്ഷിക്കുന്നതിന് പകരം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രൊഫസർ സുമംഗലക്കുട്ടി പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്ത ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷിച്ച് വരികയാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ റെയിൽ തടയുണ്ടോ ചോദിച്ചു. അപ്പോൾ ടീച്ചർ തിരക്കിലായിരുന്നു. ടീച്ചർ പറഞ്ഞു, റെയിൽ തടയുക? ഞങ്ങളോ? അല്ല, നിങ്ങൾ റെയിൽ തടയുന്നുണ്ട്, മാനുഷി റെയിൽ തടയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് വന്നതെന്ന് പറഞ്ഞു. ടീച്ചർക്ക് ഭയങ്കര ദേഷ്യം വരികയും ടീച്ചർ എന്തോ പ്രതികരിക്കുകയും ചെയ്തു. പിന്നെയാണ് നമ്മൾ അറിയുന്നത്, മാവൂർ റയോൺസിലെ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാനുഷി റെയിൽ തടയുന്നു എന്ന് പ്രഖ്യാപിക്കുകയും കോഴിക്കോട് റെയിൽ തടയൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാകട്ടെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയുമല്ല, മാനുഷിയുടെ രൂപീകരണത്തിൽ പലപ്പോഴും പാർട്ടി സഖാക്കൾ വിളിച്ചു കൊണ്ടുപോവുകയും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്യും. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് വശം മറച്ചു വെച്ചുകൊണ്ടോ പോസിറ്റീവായിട്ടുള്ള വശങ്ങളുടെ സാധ്യതയെ തള്ളിക്കളഞ്ഞുകൊണ്ടോ അല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബഹുജന സ്വഭാവം, ഈ എല്ലാ സ്ത്രീകളെയും വർഗേതരമായിട്ട് ഉൾക്കൊള്ളുന്ന സ്വഭാവം, ഏത് ജാതിയിൽപ്പെട്ട ആളാകട്ടെ, ഏത് മതത്തിൽപ്പെട്ട സ്ത്രീ ആകട്ടെ, ഏത് വിഭാഗത്തിൽ, ഇപ്പോൾ അതും പറയണമല്ലോ നമുക്ക് ട്രാൻസ്ജെൻഡേഴ്സ്, ഇവരൊക്കെ കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ വളർച്ച, വികാസം എന്നുള്ളത് ഒരുപക്ഷെ എങ്ങനെയൊക്കെ ആയി മാറുമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ നഷ്ടബോധം തന്നെ തോന്നുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത തരത്തിൽ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല. KV ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, അധികമൊന്നും ദളിത് പ്രസ്ഥാനത്തെക്കുറിച്ച് താൻ ചിന്തിക്കാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ദളിത് പാന്തർ പ്രസ്ഥാനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ദളിത് പാന്തർ പ്രസ്ഥാനത്തെക്കുറിച്ചും അംബേദ്കറെക്കുറിച്ചും അംബേദ്കറുടെ നിലപാടിനെക്കുറിച്ചും മനസ്സിലാക്കുന്തോറും അദ്ദേഹത്തിൻ്റെ അന്വേഷണാത്മകമായ ഒരു ബുദ്ധി ആ വഴിക്ക് പോവുകയും ഇന്ത്യയുടെ വിമോചനം എന്ന് പറയുന്നത് ജാതി ഇല്ലാതാക്കിയാൽ മാത്രം ഇന്ത്യയുടെ ജനാധിപത്യം നടപ്പാവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരുന്നു സലീം കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അധസ്ഥിത നവോത്ഥാന മുന്നേറ്റം എന്ന് പറയുന്ന പ്രസ്ഥാനം. പക്ഷേ KV ചൂണ്ടിക്കാണിക്കുന്നു, കുറേ കഴിഞ്ഞപ്പോൾ സലീം കുമാറും ഈ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. പാർട്ടി അവരെ അങ്ങോട്ട് വലിക്കാനും പാർട്ടിയുടെ ഭാഗമാക്കാനും ശ്രമിക്കുന്നു. എന്തിനാണ് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്? പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നതും പാർട്ടി പ്രവർത്തനം തന്നെയാണ് എന്ന് അംഗീകരിക്കുന്നതിന് പകരം സാംസ്കാരിക വേദിക്ക് സംഭവിച്ചതും KV ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ്, KVയുടെ അന്വേഷണത്തിൻ്റെ വളരെ ദൈർഘ്യമേറിയ ഈ അന്വേഷണത്തിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്, അതിലൊരു ചെറിയ ഒരു കാലയളവിൽ അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം നേരത്തെ ഗോപി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ ഒരു സൈനിക മായ ചട്ടക്കൂടിൻ്റെ അകത്തേക്ക് ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല ദളിത് പ്രശ്നവും സ്ത്രീ പ്രശ്നവും സാംസ്കാരിക പ്രശ്നവും ഒക്കെ തന്നെ. അത് ഉൾക്കൊള്ളാനായിട്ട് അതിനെങ്ങനെ വികസിക്കാം എന്നുള്ളതാണ് KV അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ലെനിൻ്റെ കാര്യമൊക്കെ അദ്ദേഹം പറയുന്നതും അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയിട്ടുള്ള ഒന്നാണ്. ആ അന്വേഷണം അവിടെ നിന്ന് തൊട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. എവിടെയാണ് തെറ്റ് പറ്റിയത്? കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ, വിപ്ലവം നടന്ന രാജ്യങ്ങളിലൊക്കെ തന്നെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ പൊതു സ്വഭാവം, അതിലേക്കാണ് KVയുടെ ശ്രദ്ധ പോയതെന്ന് അദ്ദേഹം പറയുന്നു.
അവിടെ വന്ന തകർച്ചയും അപജയവും ഒരേ സമാന സ്വഭാവത്തിലുള്ളതായിരുന്നു. എന്തുകൊണ്ട് അത് സമാന സ്വഭാവത്തിൻ്റെ കാരണമെന്ത് എന്ന അന്വേഷണം ലെനിൻ്റെ നിലപാടുകളിലേക്ക് തന്നെ എത്തിച്ചതിനെപ്പറ്റി വളരെ വിശദമായിട്ട്, വളരെ യുക്തിസഹമായിട്ട്, വളരെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ എന്താ പറയുക, പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയില്ല, മറിച്ച് ഇപ്പോഴും കേരള സമൂഹത്തെ ആശയപരമായിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സ്ത്രീ വിമോചന ആശയം. അതിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, മനുസ്മൃതി കത്തിക്കൽ പോലെയൊക്കെയുള്ള വലിയ പരിപാടികൾ നടത്തിയതിനെ പറ്റിയിട്ട് മണിച്ചേച്ചി, എനിക്ക് രണ്ട് കാര്യങ്ങളിൽ എനിക്ക് വലിയ പശ്ചാത്താപമുണ്ട്. ഒന്ന്, പിന്നെ മാവൂർ റയോൺ സമരത്തിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പങ്കെടുക്കാൻ പറ്റാതിരുന്നതിന് മുമ്പ്, അതായത് റെയിൽ തടയൽ സമരത്തിൽ ഞങ്ങൾ പങ്കെടുക്കാതിരുന്നതിന് മുമ്പ് ഉഗ്രോവാസുവേട്ടൻ നടത്തുന്ന സമരപന്തലിൽ പോവുകയും സംസാരിക്കുകയും ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്തിരുന്നു. സംഘടനാപരമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അത് ക്ഷമാപണത്തോടു കൂടി എനിക്കിപ്പോൾ ഓർക്കാനേ കഴിയില്ല. എനിക്ക് വ്യക്തിപരമായ നഷ്ടമാണത്. കാരണം നമുക്കറിയാം ആ തൊഴിലാളികളുടെ പ്രശ്നവും അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കമുള്ള വലിയ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ സംഘടനയ്ക്ക് വേണ്ടി എനിക്ക് പോകാതിരിക്കേണ്ടി വന്നു. കാരണം സംഘടനയുടെ സ്വഭാവം ഇതാണ്. ഞാൻ ഇത് പറഞ്ഞാൽ, രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറേ കുട്ടികളുണ്ട് അതിനകത്ത്. ഞാൻ KV എന്ന് പറയുന്ന നക്സലേറ്റ് വിപ്ലവകാരിയുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചുവട് പിടിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സംവാദങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അത് അപ്പം തന്നെ ഇറങ്ങിപ്പോകാവുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതുപോലെയുള്ള ഒരു സ്വഭാവമാണ് ആ സംഘടനയ്ക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും പലതും രഹസ്യമാക്കി വെക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടായിരുന്നു. ഞാനത് രഹസ്യമാക്കി തന്നെ വെച്ചു. കാരണം ഈ സംഘടന വളർന്നേ തീരൂ. അത് വളർന്ന് തീർന്ന് അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ KVയുടെ പുസ്തകങ്ങളൊക്കെ ചർച്ച ചെയ്യും. ദേശീയ പ്രശ്നം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. ദേശീയ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഉയർന്നു വന്ന പ്രധാന ഒരു പ്രശ്നം ഇതായിരുന്നു: ഭരണഘടനാപരമായിട്ട് ദേശീയ പ്രശ്നം നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? ഭരണഘടനാപരമായിട്ട് അത് പറ്റില്ല. തന്നെയല്ല, അഖണ്ഡതയാണ് പ്രധാന പ്രശ്നം എന്ന് പറയുന്നവരായിരുന്നു ഭൂരിപക്ഷം ടീച്ചേഴ്സും. ഇന്ത്യയുടെ അഖണ്ഡതയാണ് സംരക്ഷിക്കേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ വിട്ടുപോവുക എന്ന് പറയുന്ന ആശയം നമുക്ക് ചേരുന്നതല്ല. ഇത് വലിയ തർക്കമായിരുന്നു. പക്ഷേ KVയുടെ കേരളത്തിൻ്റെ സമ്പത്ത്, കേരളത്തിൻ്റെ വികസനത്തിന് എന്ന് പറയുന്ന കൊച്ചു പുസ്തകത്തുമ്പോൾ വലിയ ചർച്ച നടന്നു. കഴിഞ്ഞു ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നേ. അപ്പോൾ ആ ഒരു ചർച്ചയുടെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വലിയ നന്ദിയുണ്ട് KVയോട്. കാരണം ഇപ്പോഴും കേരളത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ KV തന്ന സൈദ്ധാന്തിക ബലം വളരെ വലുതായിരുന്നു.